ചേരുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥനും നമുക്കൊപ്പം ചേരുന്നു. സുവി, ഈ തെരച്ചിൽ, പുഴയിൽ തുടരുന്ന തെരച്ചിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ അത് എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളൊരു വലിയ വിഷയമുണ്ട്. നേരത്തെ ബൈജു പറയുന്ന പോലെ തന്നെ വളരെ ദുർഘടമായിട്ടുള്ള ഒരു ഭൂപ്രദേശം, നദിയിലുള്ള ഒഴുക്ക്, വളരെ വലിയ താഴ്ച, ഇതെല്ലാം മറികടക്കാൻ നാവികസേനയ്ക്ക് കഴിയും, അവരുടെ കൊണ്ടുവരുന്ന സജ്ജീകരണങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് കഴിയും. അങ്ങനെയാണോ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അർജുനന് വേണ്ടിയുള്ള ഇന്നത്തെ തെരച്ചിലും കാര്യമായ പുരോഗതികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ഒരു മൃതശരീരം കണ്ടെടുത്തു. പുഴയുടെ മറുകരയിലാണ് ഈ സ്ത്രീയുടെ ഒരു മൃതശരീരം കണ്ടെത്തിയത്. അവരുടെ മൃതശരീരം അവിടെ തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അർജുനെ കണ്ടെത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2 പേരെയാണ് കണ്ടെത്താൻ ബാക്കിയുള്ളത്. അതിൽ ഒന്ന് അർജുനൻ, മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ ഒരു ജീവനക്കാരൻ. ഈ 2 പേരെയാണ് കണ്ടെത്തേണ്ടത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ടായിരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഗംഗാവലി നദി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ വലിയ നീളത്തിൽ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുത്തിയൊലിച്ചാണ് ഗംഗാവലി നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്താൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സമയത്താണ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി കാണുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും രക്ഷാപ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. നാവികസേനയുടെ രക്ഷാപ്രവർത്തനമാണ് ഇനി ഇവിടെ പുരോഗമിക്കേണ്ടതുള്ളത്. നാളെയും ഈ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപർണ, പുഴയും കരയും ചേരുന്ന ഭാഗത്ത് ലോറി ഉണ്ടാകാമെന്ന് കോഴിക്കോട്ട് നിന്നുള്ള രക്ഷാപ്രവർത്തകർ. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. എത്ര ദിവസം വേണമെങ്കിലും തുടരാൻ തയ്യാറാണെന്നും കഴിഞ്ഞ 4 ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ ഇവർ പ്രതികരിച്ചു. പുഴയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കരയിൽ നിർത്തി എന്ന് പറഞ്ഞു, ഈ പുഴയും കരയും കൂടുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ഞങ്ങളെ നിഗമനം പൂർണ്ണമായിട്ടും അതും കൂടി ഒരു 70% സാധ്യത ഞങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ അതിൽ ഇവർ പറഞ്ഞ റഡാർ സിസ്റ്റത്തിൽ പറഞ്ഞത് ഇവരിപ്പോൾ ലാസ്റ്റ് ഇപ്പം പല പ്രാവശ്യം തന്നു, ഇവർ തന്നതിനനുസരിച്ച് തന്നെയാണ് നമ്മളവിടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റും കൂടിയല്ലേ, അതിലൊന്നും ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും സിസ്റ്റത്തിലാണ് ഇവർ തരുന്നത്. പുഴൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് വന്ന മൺകൂനിൻ്റെ അടുത്താണ് പറയുന്നത്. അതിലപ്പുറത്തേക്ക് അതിൻ്റെ കുറച്ചും കൂടി മുന്നിലേക്കുണ്ട്. കരഭാഗവും പുഴയും കൂടി ചേരുന്ന ഭാഗത്തേക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൺസെപ്റ്റിലുണ്ട്, എന്തായാലും ഉണ്ട്. അപ്പോൾ പുഴയാണെങ്കിൽ നല്ല കുത്തൊഴുക്കാണ്, നല്ല ആഴമുള്ള വീതിയുള്ള പുഴയാണ്. അതിൽ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളൊക്കെ ഭയങ്കര ദുസ്സഹമാണ്. ഈ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ഇനി യൂസ് ചെയ്യാനുള്ളൂ. ഇതിൽ തന്നെ റഡാർ സംവിധാനങ്ങൾ കഴിയണതും ഒന്നും കൂടി പവർ കൂടിയത്, അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മളെ നേവി അല്ലെങ്കിൽ കരസേന, നാവികസേന ഇതിനൊക്കെ ഉള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ്. ഈ ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്നുകാണ്ട് ഒരു ഷോ നടത്തിയിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇതിലേക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ തടഞ്ഞിട്ടു എന്നുള്ളത് നമ്മളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ തടഞ്ഞിട്ടു എന്നുള്ളത് പറഞ്ഞാൽ ഇതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യങ്ങൾ വരും. ഇത്രത്തോളം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടില്ല. ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളും കാറ്റുമാണ്. കാലാവസ്ഥ പ്രതികൂലമാണ്. കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ അവരുടെ ഭാഗത്ത് വേണ്ടി വരും. അല്ലെങ്കിൽ ഇതിനൊക്കെ സമാധാനം വീണ്ടും പറയണ്ടേ. അതിലപ്പുറത്തേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, രഞ്ജിത് സാറിനെ പോലെ ആളുകൾ ആ തുടക്കം മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. മാൻ പവറിൽ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം അവരൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ട സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളൂ. ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തേക്കൊന്നും ഇപ്പോൾ കരഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഹെൽപ്പില്ല. ഇനി വേണ്ടത് സ്കൂബ ടീമിൻ്റെയും മറ്റുള്ള സന്നദ്ധ ടീമിൻ്റെ ആവശ്യങ്ങളാണ്. അതിന് ഇവിടെ പെർമിഷനും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരാനും അതിന് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണിത്. ഞങ്ങളിവിടെ ഇനിയും ആണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം ഞങ്ങൾ നിൽക്കാൻ ഞങ്ങൾ വേണ്ടെന്നുള്ള എന്ത് ഹെൽപ്പും ആണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യണത്തെ അടിമ കഴിയണതും ഏത് രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ റെഡിയാണ്.